ഇതൊക്കെ വെറും അഭിനയമല്ലയോ? ഞങ്ങൾ കൺഗ്രാറ്റ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിറഞ്ഞ മനസ്സോടെ തന്നെയാണ് പ്രണവ്. അതില് അഭിനയൊന്നുമില്ല. നിങ്ങൾ അറിയാത്തവനൊന്നുമല്ലല്ലോ ഞാൻ. ഞാൻ ഇഷ്ടപ്പെടുന്ന പെണ്ണ് ഇവളാണെന്ന് അറിഞ്ഞ നിമിഷം മുതല് നിങ്ങളൊപ്പിച്ച പണികളൊക്കെ എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. ഞങ്ങളുടെ വിവാഹം മുടക്കാൻ വേണ്ടി കഠിനാധ്വാനം നടത്തിയവരാ. ഈ നിൽക്കുന്ന അമ്മയുടെ കയ്യിൽ വിഷം കൊടുത്ത് വേഷം കെട്ടി ചിറക്കിയവരാ. ഒന്നും മറന്നിട്ടില്ല ഞാൻ. ഇതൊക്കെയാണ് വിധി എന്ന് പറയുന്നത്. ഇപ്പൊ എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് മുന്നേ ഞങ്ങൾക്കാണ് കുഞ്ഞു പുറക്കാൻ വേണ്ടി പോകുന്നത്. ദൈവം എന്നൊന്നുണ്ട് ഏട്ടത്തി, കേട്ടോ? പ്രണവ്, ഇതൊരു നല്ല മുഹൂർത്താ. അതിനിടയില് നെഗറ്റീവ് കാര്യങ്ങളൊന്നും ഓർത്തെടുക്കണ്ട, വിട്ടുകളയുന്നേ. സത്യത്തിലിപ്പോ ഈ കുടുംബത്തിന്റെ തല മുതിർന്നവൻ നീയാണെന്ന് പറയേണ്ടി വരും. കാരണം ഈശ്വരമംഗലത്തിന്റെ ഭാവി ഇനി നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങളുടെ കയ്യിലെന്ന് പറയുന്നതിനേക്കാളും നല്ലത് ഈശ്വരമംഗലത്തിന്റെ ഭാവി ഇപ്പൊ ശിവാനിയുടെ വയറ്റിലാണ് വളരുന്നത് എന്ന് പറയേണ്ടി വരും. വസു പറഞ്ഞത് നേരെ ശിവാനി. സൂക്ഷിക്കണം, നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇനി ഒരിക്കൽ കൂടി ഒരു സങ്കട വാർത്ത കേൾക്കാൻ വയ്യ എനിക്ക്. ആന്റി ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഇനി മാസങ്ങളുടെ കാത്തിരിപ്പേ ഉള്ളൂ. ഒരു ചെറുമോനെയോ ചെറുമോളെയോ ഞാൻ ആന്റിയുടെ കൈകളിലേക്ക് വെച്ചു തരും. ഞാനിപ്പോഴേ വല്ലാത്തൊരു എക്സൈറ്റ്മെന്റില്ല. എങ്ങനെയെങ്കിലും ഒരു 8-10 മാസം കഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു.